എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അതായത് ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അതിന് പറ്റിയ തരത്തിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കേട്ടോ. നമ്മൾ ഈ സാധാരണ ദീപാവലിക്കൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വീറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഒരു ഗ്ലാസ് വെയർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഓയിൽ വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതവിടെ മാറ്റി വയ്ക്കാം. ഒരു പാൻ എടുത്തു. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നില്ലേ ആ ഗോതമ്പ് പൊടി, പിന്നെ 1/2 കപ്പ് കടലമാവ്, പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നതിന് ശേഷം നല്ലതുപോലൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡ് ആകത്തക്ക വിധത്തിൽ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടികൾ ആ പാനിൻ്റെ നടുക്കുനിന്ന് മാറ്റി കൊടുക്കുക. 1/4 കപ്പ് നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1/4 കപ്പ് നെയ്യ്, അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഈ നെയ്യിലും സൺഫ്ലവർ ഓയിലും നല്ലതുപോലെ ഈ മാവ് ഒന്ന് മിക്സാക്കി കുറച്ച് സമയം എടുക്കും, ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനിയുമാണ് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നല്ലതുപോലൊന്ന് കുക്ക് ചെയ്ത് ഇതിൻ്റെ പച്ച മണമൊക്കെ മാറത്തക്ക വിധത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. സ്റ്റൗ ഓൺ ചെയ്തു. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരുപാട് ഹൈ ഫ്ലെയിം ആക്കരുത്. എന്നിട്ട് നല്ലതുപോലെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ആദ്യം ഒന്നൊരു ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വരും, പിന്നീട് ഇത് നല്ലതുപോലെ ടൈറ്റായിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഒരുപാട് ഡാർക്കാക്കി കളയേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കളറ് നല്ലപോലെ ചേഞ്ചായി വരുന്നുണ്ട്. ഒരുപാട് ഡാർക്ക് ആവണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടിച്ചതുണ്ട്. അതായത് പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതിലും ഏലക്കാപ്പൊടിയും സെപ്പറേറ്റ് ആക്കി വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. നല്ലതുപോലെ ഈ മിക്സ് ഈ പഞ്ചസാര പൊടിച്ചതിൽ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പഞ്ചസാര എല്ലാ ഭാഗത്തും എത്തണം. അതുപോലെ തന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് 2 ഏലക്കായുടെ കായിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പം ഞാനിവിടെ സെപ്പറേറ്റ് പൊടിച്ചതുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗവൊക്കെ നേരത്തെ തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ്, അത് കയ്യിലുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ടും പിസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇത് സെറ്റാക്കാനായിട്ട് നമ്മൾ നേരത്തെ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൂണോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇത് ഒന്ന് പാത്രത്തിലേക്ക് അതിന് ഒന്ന് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് സെറ്റാവാനായിട്ട് വെച്ചാൽ മതി. ഒരു 1 ഹവറൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. ഞാൻ ഒരു അല്പസമയം ഫ്രിഡ്ജിലും കൂടെ വെച്ചു. എന്നിട്ടാണ് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തത്.
കണ്ടോ, സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ബാക്കി ഇരിപ്പുണ്ട്, അതുകൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. നട്ട്സൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി സ്പൂൺ വെച്ചൊന്ന് അമർത്തി കൊടുത്തു. ഇനി ഇത് അവിടെ സെറ്റാവാൻ വെച്ചാൽ മതി. ഒരു മണിക്കൂർ പുറത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിലും കൂടെ വെച്ചു സെറ്റാവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞത് എടുത്തു പുറത്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അതായത് റെക്റ്റാങ്കിളോ സ്ക്വയറോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ആ ബട്ടർ പേപ്പർ എടുത്തില്ല, അത് എടുത്ത് മാറ്റാം, കുറച്ചും കൂടെ എളുപ്പമാണ്. ഞാനത് എടുക്കാൻ വിട്ടുപോയി. കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ഈസിയാണെന്ന് തോന്നിയില്ലേ? നല്ല സോഫ്റ്റാണ് കേട്ടോ. വായിലിട്ട് അലിഞ്ഞു പോകുന്നത് പറയുന്നത് ശരിയാണ്. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റുണ്ട്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ഇതാണ്, എളുപ്പത്തിലുണ്ടാക്കാം, കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇതേപോലെ തന്നെ ഉണ്ടാക്കിക്കോളും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട. അടുത്ത് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ. ഹാപ്പി ന്യൂ ഇയർ.